ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ വീണ്ടും ഞങ്ങള് നാട്ടിലോട്ട് പോവാണ് അല്ലെ രേവ? ഈ പ്രാവശ്യം നാട്ടിലോട്ട് പോണ ഒരു പ്രത്യേകത ഉണ്ട്. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് 1:30 ഫ്ലൈറ്റ് അല്ലെ രേവ? ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും പെട്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കണ്ട. എല്ലാം റാപ്പ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അച്ഛനോട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നീ എല്ലാം താഴത്തേക്ക് ഇറക്കണം. താഴെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴത്തേക്ക് പോവാം. വേഗം 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 അങ്ങനെ ഞങ്ങളത് പെട്ടിയൊക്കെ താഴ്ത്തിച്ചിട്ടാ. അപ്പോഴാണ് ഒരു പണി കിട്ടിയത്. നമ്മുടെ ലൊക്കേഷൻ ചെയ്ത ടാക്സിക്കാരൻ വേറൊരു ലൊക്കേഷനിൽ പോയി നിൽക്കണം. അപ്പോൾ ആളെ വെറ്റി നിൽക്കണം. അപ്പോഴേക്കും നല്ല ചൂടായിരുന്നു, വെട്ടി വേർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടാക്സിക്കാരെ എത്തിയിട്ടുണ്ട്. എടുത്തോ. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. നമ്മൾ പെട്ടികളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കണം. ആമിക്കുട്ടിയെ തന്നെ ആമിക്കുട്ടിനെ കാണിച്ചിട്ടില്ല. നാട്ടിൽ പോവാന്ന് പറഞ്ഞാ? ആരോട്? അതെ കരച്ചിലില്ല അമ്മയ്ക്ക് കരച്ചിൽ വരുന്നതുകൊണ്ട്. അമ്മീ കേറി ആ ചേട്ടൻ തിരക്ക് പിടിച്ചിരിക്കോ ടാക്സിക്കാരൻ. ഡോറടച്ചോ. നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ട്രോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടിയൊക്കെ ഇറക്കാം. നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അമ്മീ മുയലിനൊന്ന് എനിക്ക് അവിടെ മുയൽ മതി ട്രോളൊക്കെ കയറ്റി ട്രോളിൽ പെട്ടിയൊക്കെ കയറ്റി നമ്മുടെ ലാപ്ടോപ്പ് കൂടെ ഇരിക്കുന്നുണ്ട്. ഒരു ട്രോളിയും കൂടെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. നമ്മൾ കയറാൻ പോവാണ്ടാ. അങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടാണ്. അത്യാവശ്യം ബാഗും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലൈനിൽ നിൽക്കുകയാണ് ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ശബ്ദം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് പിന്നീട് മൊയിൽ ചെവി ഒന്ന് അമർത്തിയ മൊയിൽ പോലെ പോയി. ഇപ്പം മൊയിൽ ചെവി കിട്ടില്ല നമുക്ക്. ഇതേ നമ്മുടെ അമ്മയച്ഛനും അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ലഗേജ് കൊടുത്തു, എമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പെട്ടികളൊക്കെ കൊടുത്തു കേട്ടോ. ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിലുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ കയറാം. പിന്നെ നമ്മുടെ ഗേറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആമി ഇനിയും നമുക്ക് നേരെ ഫ്ലൈറ്റിൽ കയറല്ലേ? ഗേറ്റിനോട് വെയിറ്റ് ചെയ്യണമല്ലേ കുറച്ച് നേരം? ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കൂ ചേച്ചി. ചേച്ചി മുയൽ ചെവിയുണ്ട്, ചേച്ചിയുണ്ട്. രേവയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം അതേതാന്ന് അറിയണ്ടേ? നമ്മുടെ ഡ്യൂട്ടി ഫ്രീ. അവിടെ എന്താ നമ്മൾ മേടിക്കാൻ പോകണം? ഇല്ല കേട്ടാ, ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി വന്നല്ല. എല്ലാവർക്കും അറിയാലോ, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്ത് മേടിക്കും? കുപ്പി മേടിക്കും. സ്മോൾ മേടിക്കാൻ പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞത് എത്ര ശരിയായി. രേവ കണ്ട മനസ്സിലായിട്ട് രേവയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്നിട്ട് രേവ കാര്യമായിട്ട് ഫുഡ് അടി ആമി ഫുഡ് അടിച്ചു കഴിക്കാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കും. എന്നിട്ടാന്ന് നോക്കണേ? ഞാൻ ഓറഞ്ച് നോക്കാം. കേക്ക് ശാസന മാവിയോടെ വെള്ളം 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 വേണോ? അമ്മയ്ക്കും ഫ്ലൈറ്റിലല്ലേ പോണ? നാട്ടിക്ക് ആമി ഫ്ലൈറ്റിലല്ലേ പോണ? ബസ്സിലെ പോണ? സീറ്റിലിരുന്നോട്ടാ. ഇത് വായോ, ഇതിവിടെ നമ്മൾ പെട്ടികളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കണ്ട. അമ്മയുടെ വിൻഡോ സീറ്റ്. വിൻഡോ സീറ്റ് അല്ല ഇഷ്ടം? അതൊക്കെ കിടക്കണേ. തൊട്ടപ്പുറത്ത് മുയലൻകുട്ടിരിക്കണ്ടല്ലോ. മുയലൻകുട്ടി സെറ്റ് ചെയ്യണല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോവാണ്. അല്ലേ രേവ? ബൈ ബൈ ഷാർജ.
മൈലക്കുട്ടി ഇങ്ങോട്ട് നോക്കിയിട്ട് മൈലക്കുട്ടി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ട് ഫ്ലൈറ്റ്. ആമിക്കുട്ടി ഫ്ലൈറ്റ് പൊന്തി. ആമിക്കുട്ടിയുടെ പണി തുടങ്ങി. നല്ല വെയിലടിച്ചിട്ടേ ഒന്ന് കാണില്ലേ താത്തൻ്റെ ഇങ്ങനത്തെ ഒരു താത്തനൊരു വീഡിയോ അല്ലേ റീല് അങ്ങ് ചെയ്താലോ? നല്ല വെയിലുണ്ട്. ആമിക്കുട്ടി പടം വരച്ച് കഴിയുമ്പോൾ കാണിച്ചൊന്നും വേണ്ട. അമ്മയൊക്കെ നല്ല ഓർമ്മ. ഒരാള് നല്ല ഉറക്കായി, ഒരാള് പടം വരെ തന്നെ. ഏകദേശം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഉറക്കം തുടങ്ങിയിട്ടുണ്ട് രേവ. ആമക്കുട്ടി നല്ല പടം വരെ രേവ കണ്ടോർന്നു. ഉറക്കല്ല, ഉറങ്ങാൻ പോണല്ലോ. എന്നിട്ട് രേവ കഴുത്തില്ലേ തലോണിയാ? എവിടെ തലോണിയാ? ഫുഡ് മുട്ടി വന്നിട്ടുണ്ട്. നല്ല മണം. ആത്മീകയ്ക്ക് ചൂടുണ്ട്. ആത്മീകയുടെ ഫുഡ് ഫോർ രേവ കാണിക്കില്ല. ആമിയെ ഫുഡ് വന്നു. ആമി കാർട്ടൂൺ കാണാട്ടാ. രേവ എന്തായിരുന്നു? തന്തൂരി ചിക്കൻ ടിക്ക. ഇതോ അതന്നെയാണ്. അപ്പൊ ഇതോ ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് ചൂടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. കഴിക്കുക. സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തീരെ ക്ലിയറില്ല. നിങ്ങൾ അടച്ചിട്ടായിരുന്ന ക്ലിയർ. വൈമാളില് നല്ല വൈമാളില് പോയിട്ട് ആമിക്കുട്ടി കളിക്കില്ലേ? അതാണ് ആമിക്കുട്ടി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. ഇപ്പളേ ആമി നാട്ടിൽ പോയിട്ട് എവിടെയൊക്കെ പോകണത് പ്ലാൻ അച്ഛമ്മ അച്ചാച്ചനാ പനി വെച്ചിരിക്കുന്നു. സുശീലക്ക് കൊച്ചിയത്തെ ഇപ്പൊ മൈൻഡില്ല. വഴി അറിയോ? എമർജൻസി എക്സിറ്റ് അറിയോ? വഴി അറിയോ? അപ്പോൾ നടക്ക്. ഒന്നും കൂടി നമ്മൾ വന്ന ഫ്ലൈറ്റ് കാണാത്ര. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് ആമി ബാഗ് കാണിച്ചു കൊടുക്കുന്ന ആളാട്ടാ. ഇത് സിജേട്ടൻ ബാഗൊക്കെ എടുക്കുന്നുണ്ട്. ആമി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും, സിജേട്ടൻ ബാഗ് എടുക്കും. ആമി ആമി അടുത്ത ബാഗ് വന്നു. പിടിച്ചോ. അച്ഛന് പറ്റാത്തത് സിജേട്ടൻ അവിടെ നിന്ന് എടുക്കും കേട്ടോ. അച്ഛൻ ബാഗ് എടുത്ത് വെച്ചു. ദേ നമ്മുടെ അടുത്ത ബാഗ്. അത് നമ്മുടെ അല്ല. ആമയാണ് നമ്മുടെ ബാഗ് കാണിച്ചു തരുന്ന ആള്. പിടിച്ചോ. ആ കിട്ടി. അടുത്ത ബാഗ് വരുമ്പോൾ ആമി വിളിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ എല്ലാ പെട്ടികളും കിട്ടിയിട്ടാണ്. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആമിക്കിപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കണ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആമിന്. സുഖണ്ടാമി? ചേട്ടാ പുറത്തേക്ക് ഇറങ്ങാം. സുഖമായിരുന്നു. സേഫായിരുന്നു. ചേട്ടൻ എൻ്റെ കൂടെ അല്ലുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാം കേട്ടാ. അമ്മയ്ക്ക് ചായ കുടിക്കണം. ആമിക്ക് എന്തിട്ട് വേണ്ടേ? ആമിക്ക് ചിക്കൻ റോളാ. നാട്ടിൽ വന്നിട്ട് രണ്ടുപേരും നല്ല ടയർഡായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്.
നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഗേജൊക്കെ എന്തായാലും നമ്മുടെ വണ്ടിയിൽ കയറ്റാം. പോയിരിക്കാം നമുക്ക് വണ്ടിയിൽ ആമി. ആമ ഇരുന്നോട്ടാ, അമ്മ വരാട്ടാ. കയറിക്കോ, അവിടെ ഇരുന്നോ. നമ്മുടെ ലഗേജ് കൂടെ കേട്ടിട്ടുണ്ട്. വരുന്ന വഴിയിൽ വിഷ്ണു അല്ല രേവ ആമിക്ക് വിശന്നിട്ടിരിക്കുക. ആമിയുടെ നോക്കിയാ മൊയില് ചെയ്തെന്ന് പൊന്തിച്ച രേവയ്ക്ക് മസാല ദോശ കിട്ടിയിട്ട് സന്തോഷം. രേവ സന്തോഷല്ലേ? വീടെത്തി ആമി, വീടെത്തി. ഇവിടെ കാണില്ലേട്ടാ ഇരുട്ട്. കാണിച്ചതായിരിക്കും. പപ്പി പപ്പി പപ്പിയുടെ കൂടെ ആരാത്? പപ്പി ഞാനിവിടെ ഇല്ല. ഹലോ, എന്നെ മാന്തല്ല ഇഷ്ട. പപ്പി പപ്പി എന്റെ പപ്പി കൂട്ടുകാരി ഹാപ്പി. എല്ലാരും ഉണ്ട്. ചേച്ചി, അച്ഛനമ്മ, എവിടെ അച്ഛനമ്മ എല്ലാരും ഉണ്ട്. പപ്പി അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. അങ്ങനെ അച്ചാച്ചനും അമ്മാമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് കാണട്ടെ. സ്പെല്ലിംഗ് ഒക്കെ ഞാനാ പറഞ്ഞെടുത്ത്, തെറ്റിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അമ്മാമി വായിച്ചു കൊടുക്കും. പിന്നെ അത് ഐ ലവ് യു അച്ചാച്ചി, ഐ ലവ് യു വെരി മച്ച് അച്ചാച്ചി, യു ആർ മൈ ബെസ്റ്റ് അച്ചാച്ചി. ഇഷ്ടായോ ഗിഫ്റ്റ്? സൂപ്പർ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. എന്തൊക്കെയോ മാറ്റങ്ങൾ. ശരിയാവൂല്ലേ? ഭയങ്കര വെളിച്ചക്കുറവ് അല്ല ഇന്ന് മൊത്തത്തിൽ. ഈ വീഡിയോക്ക് മൊത്തത്തിൽ വെളിച്ചക്കുറവുണ്ട്. നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലാ? കിടന്നുറങ്ങണം. അപ്പൊ ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അവിടെ പപ്പിയും ഹാപ്പിയും നല്ല കൊരയാ, ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ ആമിക്കുട്ടിയാ? ആമിക്കുട്ടിയും ഞങ്ങളും എല്ലാവരും ഭയങ്കര ടയേർഡാണ്, കാലത്ത് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഈവനിങ് സേഫ് ആയിട്ട് വീട്ടിലെത്തി അല്ലെ. അപ്പൊ ഇനി ഇവിടുത്തെ നാട്ടിലത്തെ വീഡിയോസുകളായിരിക്കും എല്ലാതും ഉണ്ടാവുക.